ആമസോൺ FBA, ആമസോൺ ഫുൾഫിൽമെൻറ്റ് ബിസിനസ് മോഡലിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ആമസോൺ ഫുൾഫിൽമെൻറ്റ്? അതിനെ ഷോർട്ടായിട്ട് നമ്മൾ FBA എന്ന് പറയുന്നത്. ആമസോൺ FBA എന്താണ്? നമുക്കൊരു സെല്ലർ ആയിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഫുൾഫിൽമെൻറ്റുകളാണ് ഒരു സെല്ലർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, സ്വന്തമായി നമ്മളുടെ പ്രോഡക്ട്സുകൾ നമ്മളുടെ തന്നെ പ്രമൈസിലുള്ള അണ്ടറിലുള്ള സ്റ്റോക്കിംഗ് ഏരിയ, ഗോഡൗൺ, വെയർഹൗസ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ പ്രോഡക്ട്സുകൾ സ്റ്റോർ ചെയ്ത് ഓർഡർ കിട്ടിയാൽ നമുക്ക് സ്വയം പാക്ക് ചെയ്ത് ലാബിലെല്ലാം ഒട്ടിച്ച് നമ്മളുടെ സ്വന്തം റിസ്കിൽ തന്നെ ഷിപ്പിംഗ് ചെയ്ത് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഒരു രീതി. അതിനെ നമ്മൾ FBM, ഫുൾഫിൽഡ് ബൈ മെർച്ചൻറ്റ് എന്ന പേരിൽ നമ്മുടെ സെല്ലർ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാം. രണ്ടാമതായിട്ട് FBA, ഫുൾഫിൽഡ് ബൈ ആമസോൺ. അഥവാ നമ്മളുടെ പ്രോഡക്ട്സുകൾ, അതിൻ്റെ ബൾക്ക് സ്റ്റോക്കുകൾ ആമസോണിൻ്റെ ഏറ്റവും അടുത്തുള്ള വെയർഹൗസിലേക്ക് നമ്മൾ അയക്കുന്നു. പിന്നീട് നമ്മളുടെ ബിസിനസ് കംപ്ലീറ്റ് ഓട്ടോമേഷനാണ്. ഒരു ഓർഡർ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആമസോണിൻ്റെ വെയർഹൗസിൽ നിന്ന് ആമസോണിൻ്റെ സ്റ്റാഫുകൾ തന്നെ ഓർഡർ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന രീതിയാണ് ആമസോൺ ഫുൾഫിൽമെൻറ്റ് എന്ന പേരിൽ ആമസോൺ FBA എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ വിളിക്കുന്ന FBA ബിസിനസ് മോഡൽ. ഇതിൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ശരിയാണ്, നമ്മളുടെ സ്വന്തം റിസ്കിൽ മെർച്ചൻറ്റ് ഫുൾഫിൽമെൻറ്റ്സ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കുറച്ച് കിട്ടും. പക്ഷേ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആമസോൺ പ്രോഡക്ട്സുകൾക്ക് ലിസ്റ്റിംഗ് ചെയ്ത ശേഷം ആ പ്രോഡക്ട്സിൻ്റെ താഴെ ഇതുപോലുള്ള ഒരു റിബൺ നിങ്ങൾക്ക് കാണാം. ആമസോൺ പ്രൈം എന്ന ഒരു ബാൻഡ് നമുക്ക് അവിടെ കാണാം. ഇത് ഫുൾഫിൽമെൻറ്റ്, ആമസോൺ സെൻട്രൽ ഫുൾഫിൽമെൻറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സുകൾക്ക് മാത്രമാണ് ഈ ബാഡ്ജ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ആമസോൺ മാർക്കറ്റ് പ്ലേസിൽ ഷോപ്പിങ്ങിന് വരുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ആമസോൺ ഫുൾഫിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡ് നമ്മളവിടെ കണ്ടിട്ടില്ല എങ്കിൽ, ആ ബാഡ്ജ് നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ കമ്പാരിറ്റീവ്ലി ആ ഒരു ലിസ്റ്റിങ്ങിനോടുള്ള ഇംപ്രഷൻ വളരെയധികം കുറയും. മാത്രമല്ല, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളുടെ പ്രോഡക്ട്സുകൾ ഇന്ത്യ മൊത്തം വിൽക്കുന്ന ഒരു ഓട്ടോമേറ്റഡ് രീതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ FBA ആണ് ഏറ്റവും അനുയോജ്യമായ ബിസിനസ് മോഡൽ. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ബെനിഫിറ്റുകൾ ഒരുപാട് ആമസോൺ ഫുൾഫിൽമെൻറ്റിനുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഫാസ്റ്റസ്റ്റ് ഷിപ്പിംഗ് മെത്തേഡുകൾ, അഥവാ നമ്മൾക്ക് ആമസോണിൻ്റെ വെയർഹൗസിലിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് അവർ സെയിം ഡേ ഡെലിവറി, 1 day ഡെലിവറി, ഇതുപോലുള്ള പെട്ടെന്ന് കസ്റ്റമേഴ്സിൻ്റെ അടുക്കൽ ഡെലിവേർഡ് ആകുന്ന രീതിയിലുള്ള ഷിപ്പിംഗ് മോഡുകൾ, മെത്തേഡ്സുകൾ അവരുടെ അടുക്കലുണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് കാരണം കസ്റ്റമേഴ്സ് ഹാപ്പി ആവുന്നു, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് ലഭിക്കുന്നു, അതുപോലെ വലിയ നല്ല റിവ്യൂകൾ ലഭിക്കുന്നു. അതിനൊക്കെ FBMനെ അപേക്ഷിച്ച് ഒരുപാട് മുൻപിലാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക് ബിസിനസ്, നമ്മൾ ഉറങ്ങുമ്പോഴും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മളൊന്നും അറിയുന്നില്ല. നമ്മളുടെ സ്റ്റോക്കുകൾ തീരുന്നുണ്ടോ എന്ന് മാത്രം നമ്മളുടെ മൊബൈലിലുള്ള സെല്ലർ ആപ്പിൽ നമുക്ക് കാണാൻ കഴിയും. അതിനനുസരിച്ച് നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നു. വളരെ വലിയൊരു ലെവറേജിങ്, അഥവാ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ നമ്മളുടെ ബിസിനസ് 24 hours ലൈവായിരിക്കുന്ന ഒരു ഓട്ടോമേഷൻ നമുക്ക് FBAയിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇതിൻ്റെ FBAയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നമ്മൾ ഒരുപാട് സമയം പിന്നീട് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ പാക്ക് ചെയ്യാനും ഷിപ്പ് ചെയ്യാനും മറ്റ് പ്രയാസങ്ങൾ സഹിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യുന്ന, വളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം നമുക്ക് ധാരാളമായി ലഭിക്കുന്നു എന്നുള്ളതാണ് FBAയുടെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ
സെല്ല് ചെയ്യുന്ന രീതികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഓരോ ചാപ്റ്റേഴ്സിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ് ചെയ്യും.